ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാനൊരു സ്ഥലം വരെ പോവാണ്. എവിടാന്നിരിക്കില്ല, കാലിക്കറ്റിലേക്കാണ്. ട്രെയിനിൽ കയറിയ പാട് ഗൈസ് സീറ്റൊന്നും കിട്ടില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആരോ നീറ്റ് പോയ വകയിൽ ഞാൻ അവിടെ ഇരുന്നു. ഈ പോക്കിന് രണ്ട് ഉദ്ദേശങ്ങൾ കേട്ടോ. ഒന്ന് എൻ്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനും പിന്നെ ഒരു കല്യാണം കൂടാനും. ഏതായാലും കാലിക്കറ്റ് എത്തിയല്ലേ, ഒന്ന് എസ്എമ്മിലേക്ക് പോകാൻ വിചാരിച്ച് ഞാൻ അവിടേക്ക് വന്നു. അപ്പോഴാണ് ഗൈസ് ഞാൻ ആ കാഴ്ച കണ്ടത്. എൻ്റെ ചെരുപ്പ് പൊട്ടിയിരിക്കുകയാണ്. ഇനി ഇത് നന്നാക്കാൻ കൊടുക്കലാണ് നെക്സ്റ്റ് പരിപാടി. അങ്ങനെ ഗൈസ് ചപ്പൽ നന്നാക്കി. മൂപ്പരനോട് 70 പേ ചെയ്യുന്നത്, പക്ഷേ ഞാൻ 60 കൊടുത്തിട്ടുള്ളൂ. നെക്സ്റ്റ് പ്ലാൻ എസ്എം പോകാന്നുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട് ഓൾറെഡി വിളിച്ചു പറഞ്ഞിരുന്നു ഞാൻ എന്തായാലും അത്യാവശ്യം ലേറ്റ് ആവും എത്താൻ, നീ അപ്പോഴത്തേക്കും സാവധാനം വന്നാൽ മതി. ഹൗന്ന് ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിയാൽ എത്തിയപ്പോഴത്തേനും അവളവിടെ കറക്റ്റ് സമയത്ത് എത്തി. ഞാനാണ് സംഭവം ലേറ്റ് ആയെന്ന് പറയും. അങ്ങനെ അവൾക്കൊരു ഹായും കൊടുത്ത് നല്ല അടിപൊളി വൈകുന്നേരമായിരുന്നു ഗൈസ്. ഒന്നും പറയാനില്ല. ഈ പച്ച ബാഗ് കണ്ടോ ഗൈസ്, എല്ലാവരും എന്നെ നോക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കണ്ടുമുട്ടിയത് തന്നെ കത്തേടിക്കുകയുണ്ടായിരുന്നു. കത്തേടിയും പോപ്കോണും എന്തായാലും നമ്മൾ ഒരുമിച്ച് മാനേജ് ചെയ്തു. അപ്പോഴാണ് ഗൈസ് നമ്മളൊരു ക്യാമറാമാനെ കാണുന്നത്. മൂപ്പര് സംഭവം വന്നിട്ടുള്ളത് കൈരളി TV എന്നാട്ടോ. അതായത് നമ്മുടെ മനാഞ്ചിറ സ്ക്വയർ 30 വർഷത്തൊക്കെയാണ്. സോ അതിൻ്റെ എന്തോ ഒരു ഡോക്യുമെൻ്ററി ആവശ്യത്തിന് വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നമ്മളോട് എന്തെങ്കിലും ഒരു ഡിബറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. ഞാൻ ഗൈസ് പതുക്കെ ഒഴിഞ്ഞു മാറി. പക്ഷേ സഫ്ന അതിൽ ഉഷാറാണ് കേട്ടോ. ആണെന്നുണ്ടെങ്കിലും ഫാമിലി ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു സൈലന്റ് മോഡിൽ വന്നിരിക്കാൻ സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റിയൊരു പ്ലേസാണ്. അങ്ങനെ നൈറ്റ് ആവാൻ തുടങ്ങി. കാണാൻ നല്ല രസമുണ്ടായിരുന്നു മാനാഞ്ചിറ. ഞാൻ ആദ്യമായിട്ടാണ് നൈറ്റ് അവിടെ ഇരിക്കുന്നത്. അങ്ങനോട് ഗൈസ് സഫിനോട് ഞാൻ ടാറ്റ പറയുകയാണെങ്കിൽ അത്യാവശ്യമായിട്ട് വേറെ സ്ഥലം വരെ പോകാണ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്.